ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ക്ലാസ്സായ 9ാമത്തെ ക്ലാസ്സുമായിട്ടാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം നിങ്ങൾ 1 മുതലുള്ള ക്ലാസ്സുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക തന്നെ. നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടന്നാലോ. You dash understood it better if you had listened carefully. ആൻസർ എന്താണ്? would have. You dash understood it better if you had listened carefully. ആൻസർ എന്താണ്? would have. അടുത്ത ക്വസ്റ്റ്യൻ ആണ് he bought dash boy for his son. ആൻസർ എന്താണ്? a UFO. then he bought dash toy for his son. എന്താണ്? a UFO. he bought dash toy for his son. ആൻസർ എന്താണ്? a UFO. PSC ക്വസ്റ്റ്യനിൽ ആൻ UFO എന്നൊക്കെ തന്നിരിക്കും. ആൻസർ എന്താണ്? ദ ബോട്ട് ഡാഷ് ടോയ് ഫോർ ഹിസ് സൺ. എന്താണ്? a UFO. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ടീച്ചർ മേഡ് ദം റൈറ്റ് ആൻ എസ്സേ can be reframed as. എന്താണ്? they were made to write an essay. they were made to write an essay. ക്വസ്റ്റ്യൻ എന്താണ്? the teacher made them write an essay and essay can be reframed as. എന്താണ്? ആൻസർ എന്താണ്? they were made to write an essay. അടുത്ത ക്വസ്റ്റ്യൻ ആണ് between you and dash this plan might fail. ആൻസർ എന്താണ്? me. between you and dash this plan might fail. ആൻസർ എന്താണ്? me. അടുത്തത് the bikers had a moonlight dash by the riverside. എന്താണ്? rendezvous. എന്താണ്? the bikers had a moonlight dash by the riverside. ആൻസർ എന്താണ്? rendezvous. ഇനി അടുത്തതാണ് that designer dress cost her and am and a look. മീൻസ് എന്താണ്? that designer dress cost her and an am and a look മീൻസ് എന്താണ്? the dress cost is extremely costly. എന്താണ്? that designer dress cost her an am and a look മീൻസ് എന്താണ്? the dress is extremely കോസ്റ്റ്ലി ആണല്ലേ. അടുത്തത് ഹി ഡാഷ് ദ ഡോക്യുമെന്റ്സ് ബിഫോർ സൈനിങ്. അപ്പം നമ്മൾ ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ലുക്ക്ഡ് ഓവർ എല്ലാം പരിശോധിക്കും അല്ലേ. ഹി ഡാഷ് ദ ഡോക്യുമെന്റ് ബിഫോർ സൈനിങ്. എന്താണ്? ആൻസർ എന്താണ്? ലുക്ക്ഡ് ഓവർ. ഹി ഡാഷ് ദ ഡോക്യുമെന്റ്സ് ബിഫോർ സൈനിങ്. ആൻസർ എന്താണ്? ലുക്ക്ഡ് ഓവർ. അടുത്ത ഹി മേഡ് എ ഡാഷ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട്സ് ലൗഡ്ലി ഡ്യൂറിങ് ദി സെറമണി. എന്താണ്? ഫോക്സ് പാസ്. എന്താണ്? അതെന്താണ്? ഫോറിൻ വേർഡ്സ് ആണ്. ഫോക്സ് പാസ്. എന്താണ്? ഹി മേഡ് എ ഡാഷ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട്സ് ലൗഡ്ലി ഡ്യൂറിങ് ദ സെറമണി. എന്താണ്? ഫോക്സ് പാസ്. അടുത്തതാണ് ദ ട്രഷർ വാസ് ബ്യൂറിഡ് ഡാഷ് ആൻ ഓൾഡ് ഓക്ക് ട്രീ ബിനീത്ത്. എന്താണ്? ദ ട്രഷർ വാസ് ബ്യൂറിഡ് ഡാഷ് ആൻഡ് ഓൾഡ് ഓക്ക് ട്രീ. ആൻസർ എന്താണ്? ബിനീത്ത്. ഫ്യൂ പീപ്പിൾസ് അണ്ടർസ്റ്റുഡ് ഡാഷ് ഡിഡ് ദേ. ഫ്യൂ പീപ്പിൾസ് അണ്ടർസ്റ്റുഡ് ഡാഷ്. എന്താണ്? ഡിഡ് ദേ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദി അപ്പോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബ്ലൂ മൂൺ. ദ അപ്പോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ എന്താണ്? ഇഡിയം എന്താണ്? ബ്ലൂ മൂണിൻ്റെ ഇഡിയംസ് എന്താണ്? ആൻ എന്ന് പറഞ്ഞാൽ അരിസ്റ്റോക്രാറ്റ്. എന്താണ്? ആൻ അരിസ്റ്റോക്രാറ്റ്. എന്താണ്? ദ അപ്പോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബ്ലൂ മൂൺ എന്താണ്? ആൻ അരിസ്റ്റോക്രാറ്റ് എന്നാണ്. ഓക്കെ. അതിന് if I had known you were in hospital I dash you. And would have visited. if I had known you were in hospital I dash you. എന്താണ്? would have visited. This is an achievement dash I am proud of which. this is an achievement dash I am proud. എന്താണ്? of which എന്താണ്? this is an achievement of which I am proud. അടുത്ത do not touch me he said to her. എന്താണ്? he told her not to touch him. എന്താണ്? do not touch me he said to her. ആൻസർ എന്താണ്? he told her
നോട്ട് ടു ടച്ച് ഹിം. ഡു നോട്ടിൻ്റെത് അതിനെന്താണ് നോട്ടാക്കി, നോട്ട് ടു ടച്ച് ഹിം. ഹി ടോൾഡ് ഹർ നോട്ട് ടു ടച്ച് ഹിം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദി തണ്ടർ ഗ്രാജുവലി ഡാഷ് ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഈസ് ഹിയർഡ് ഫാർ അവേ ബിയോണ്ട് ദ വില്ലേജ്. ദ തണ്ടർ ഗ്രാജുവലി ഡാഷ് ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഈസ് ഹിയർഡ് ഫാർ എവേ ബിയോണ്ട് ദ വില്ലേജ്. ആൻസർ എന്താണ്? അബാറ്റ്സ്. എന്താണ്? ദ തണ്ടർ ഗ്രാജുവലി ഡാഷ് ആൻഡ് ഈറ്റ്സ് റംബ്ലിംഗ് ഈസ് ഹിയർഡ് ഫാർ എവേ ബിയോണ്ട് ദ വില്ലേജ്. അബാറ്റ്സ്. എന്താണ്? അബാറ്റ്സ്. അടുത്ത ഐഡൻറ്റിഫൈ ദ അന്റോണിംസ് ഓഫ് ദ അണ്ടർലൈൻഡ്. അത് ഓപ്പോസിറ്റ് പറയാനാണ്. എന്താണ്? എനോറമസിൻ്റെ ഓപ്പോസിറ്റ്. ദ കമ്പനി മാഡ് ആൻഡ് എനോറമസ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ. എന്താണ്? ഡിമിനിറ്റീവ്. എന്താണ്? ഡിമിനിറ്റീവ്. എന്താണ്? എനോറമസിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് എന്താണ്? ഡിമിനിറ്റീവ്. ഐഡൻറ്റിഫൈ ദ അന്റോണിംസ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ദ കമ്പനി മേഡ് ആൻ എനോറമസ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ. ഡിമിനിറ്റീവ്. എന്താണ്? ഡിമിനിറ്റീവ്. എനോറമസ് ഡിമിനിറ്റീവ്. അടുത്ത അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിളാണ് ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്. എന്താണ്? അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്. ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക് എന്നാണ്. നോബഡി നോൺസ് ദ ആൻസർ ഡാഷ് ഡു ദേ. എന്താണ്? നോബഡി നോൺസ് ദ ആൻസർ ഡാഷ്. എന്താണ്? ഡു ദേ എന്നാണ്. അടുത്ത കറക്റ്റ് വേർഡ് സൈമൾട്ടേനിയസ്. സൈമൾട്ടേനിയസ്ലി എന്താണ്? സൈമൾട്ടേനിയസ് നമുക്ക് പല രീതിയിൽ സ്പെല്ലിംഗ് ചോദിക്കും. എസ് വൈ എന്നൊക്കെ ചോദിക്കും, പിന്നെ ഇതിൽ ഓ തരാതെ ചോദിക്കും. അപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് നോക്കിക്കോണേ. എസ് ഐ എം യു എൽ ടി എ എൻ ഇ ഒ യു എസ്. സൈമൾട്ടേനിയസ്. എന്താണ്? എസ് ഐ എന്താണ്? എസ് ഐ എം യു എൽ ടി എ എൻ ഇ ഒ യു എസ്. സൈമൾട്ടേനിയസ്. എന്താണ്? എസ് ഐ എം യു എൽ ടി എ എൻ ഇ ഒ യു എസ്. സൈമൾട്ടേനിയസ്. അടുത്ത എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർട്സ് ആൻഡ് ദ യൂണിവേഴ്സ്. എന്താണ്? അസ്ട്രോണമർ. എന്താണ്? എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർട്സ് ആൻഡ് ദ യൂണിവേഴ്സ്. എന്താണ്? അസ്ട്രോണമർ. നോക്ക്, കറക്റ്റ് വേർഡ് സൈമൾട്ടേനിയസ് ആണ് എസ് ഐ എം യു എൽ ടി എ എൻ ഇ ഒ യു എസ്. അടുത്ത എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർട്സ് ആൻഡ് ദ യൂണിവേഴ്സ്. അസ്ട്രോണമർ. മാക്സിമം നമ്മൾ ഇന്ന് 20 ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കൂടെ തന്നെ ക്ലാസ് കണ്ടുവരിക. 1 മുതലുള്ള ക്ലാസ് കാണുക. മാക്സിമം സപ്പോർട്ട് ചെയ്ത് ക്ലാസ്സുകൾ കാണുക. നിങ്ങൾക്കും പഠിക്കാം. ക്ലാസ് PSCയിൽ ഫസ്റ്റ് റാങ്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു.